താലി. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. ആകാശത്തേക്ക് നോക്കി നീ എന്താ ചെക്ക കണ്ണു തുറന്ന് ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോ? തലയൊന്ന് വെട്ടിച്ച് എഴുന്നേറ്റപ്പോഴേക്കും എല്ലാവരും വണ്ടിയിലേക്ക് കയറിയിരുന്നു. ഈ തവണ പിള്ളേരുടെ അലപ്പ് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞ് മായമ്മയും ശ്രീയുടെ വണ്ടിയിലേക്ക് തന്നെ കയറി. പാവം സന്തോഷ് അവർക്കിടയിൽ പെട്ടുപോയി. നീലൻ മായയെ നോക്കി പറഞ്ഞു, ഒരു പാവമില്ല, പിള്ളേരെക്കാൾ കഷ്ടമാണ് സന്തോഷേട്ടൻ. ഇപ്പൊ തന്നെ ആ കുഞ്ഞിക്കുരുപ്പുകളെക്കാളും ഉച്ചത്തിൽ സന്തോഷേട്ടനാകും അതിൽ ഓളി ഇട്ടുകൊണ്ടിരിക്കുന്നത്. പാവം എന്റെ അമ്മു, അവളാ ശരിക്കും പെട്ടുപോയിരിക്കുന്നത്. അമ്മുവോ? എല്ലാവരും ചോദ്യം വന്ന ഭാഗത്തേക്ക് നോക്കി. മിത്രയ്ക്ക് വീട്ടിലിരിക്കുന്ന പേരാ മോനെ അമ്മു എന്ന്. ആദ്യത്തെ കുഞ്ഞല്ലേ, അതുകൊണ്ട് തന്നെ വളരുംതോറും അവൾക്കൊരു 100 പേരുകളായി. അമ്മയ്ക്ക് മിത്തു, ഏട്ടന് മിത്ര, പഠിക്കുന്നിടത്ത് മൈത്രേയി. അങ്ങനെ അങ്ങ് പോകുന്നു പേരുകൾ. അവരൊന്ന് ദീർഘനിശ്വാസം എടുത്തു. പക്ഷെ ഞാൻ ഒരുപാട് ഇഷ്ടത്തോടെ ഇട്ടതുകൊണ്ടാകും ഇപ്പോഴും എനിക്കവൾ അമ്മുവാണ്. സത്യം പറയാലോ, ഇത്രയും കാലം വേറൊരു പേരും വിളിക്കാത്ത പേരാ മോൻ അവൾക്കിട്ടത്. ദേവ. അച്ചമ്മ അത് കേട്ടൊന്ന് ചിരിച്ചു. അതറിയില്ല ആന്റി, ആ പേരാണ് എനിക്ക് സ്ട്രൈക്കായത്, അതുകൊണ്ടാ ഞാൻ. അയ്യോ, അതിൽ മോന് സങ്കടമൊന്നും വേണ്ട, നല്ല പേരാ അത്. മോൻ വിളിച്ച് കേൾക്കുമ്പോഴെല്ലാം ഏട്ടൻ പറയാറുണ്ട് മോൾക്ക് ആ പേരാണ് ചേരുന്നതെന്ന്. മായ അവനെ നോക്കി ചിരിച്ചു. മറുപടിയായി ചിരിക്കുമ്പോൾ അവനും ഓർത്തത് എന്തുകൊണ്ടാകും താൻ അങ്ങനൊരു പേരിലേക്ക് എത്തിച്ചേർന്നത് എന്നായിരുന്നു. പിന്നെയും ഏകദേശം അരമണിക്കൂർ യാത്രയുണ്ടായിരുന്നു. രാത്രി ഏറെ ആയതുകൊണ്ടാകും കാര്യം പറഞ്ഞിരുന്നവരെല്ലാം പയ്യെ പയ്യെ ഉറക്കത്തിലേക്ക് തന്നെ വീണത്. ഇടയ്ക്കൊന്ന് സൈഡിലേക്ക് നോക്കിയപ്പോൾ അച്ഛനും മയക്കത്തിലായെന്ന് കണ്ട് അവൻ മുന്നേക്ക് നോക്കി. ഒരുപാട് പേര് ഒപ്പമുണ്ടെങ്കിലും ഒറ്റയ്ക്കുള്ള യാത്ര. മനസ്സിനെ മതിച്ചിരുന്ന പലതും കടഞ്ഞെടുത്തതുകൊണ്ട് അവൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുന്നിലെ ഫോണിലേക്ക് കണ്ണുപോയത്. ഈ നേരത്ത് ഫോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കാതെ തന്നെ അവൻ അറിയാമായിരുന്നു അതാരായിരിക്കുമെന്ന്. ഇന്നലെ രാത്രി തുടങ്ങിയ വിളിയിൽ ഈ നേരം വരെ താൻ പ്രതികരിച്ചിട്ടില്ല. ഫോൺ കോൾസ്, വീഡിയോ കോൾ, മെസ്സേജസ്, മെയിൽസ് എല്ലാം സ്നേഹക്കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 2 ദിവസം മുന്നേ വരെ താനായിരുന്നു ഇങ്ങനെ. എത്ര തവണ വിളിച്ചു, എന്തോരം മെസ്സേജുകൾ അയച്ചു. ഒരു തവണ പോലും അവൾ തന്റെ കോളുകൾ എടുത്തില്ല. ഒരൊറ്റ മെസ്സേജിന് പോലും റിപ്ലൈ തന്നില്ല. അവൻ ആ ഓർമ്മയിൽ ഒന്ന് നിശ്വസിച്ചു. ആദ്യമൊക്കെ അവളുടെ തിരക്കുകൾ കൊണ്ടാകും എന്ന് ചിന്തിച്ച മനസ്സ് നേരം പോകും തോറും തന്നെ ചതിക്കാൻ തുടങ്ങി. ഒരു ദിവസം മുഴുവനും അവളെ കിട്ടാതിരുന്നപ്പോൾ അവൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടായെന്നുള്ള പേടികൊണ്ടാണ് അവളുടെ ഓഫീസിലേക്ക് കോണ്ടാക്ട് ചെയ്തത്. അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് അവൾ ഓക്കെ ആണെന്നും കുറച്ചു മുന്നേ ലഞ്ച് കഴിക്കാൻ MD-യുമായി പുറത്തേക്ക് പോയി എന്നുമായിരുന്നു. സത്യം പറഞ്ഞാൽ അവൾക്ക് കുഴപ്പമില്ലെന്ന് കേട്ടപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും മനഃപൂർവ്വം അവളെ തന്നെ അവോയ്ഡ് ചെയ്യുകയാണെന്നുള്ള തോന്നലിൽ ദേഷ്യവും വന്നു. പിന്നീട് നിർത്താതെ 5-6 തവണ വിളിച്ചതും അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഇപ്പൊ നിനക്ക് ഫോൺ എടുക്കാൻ അറിയാമോടി എന്നായിരുന്നു തന്റെ ആദ്യത്തെ ചോദ്യം. അത് കേട്ടതും അവളിപ്പോൾ തിരക്കാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അതുകൂടി ആയപ്പോഴും ദേഷ്യം കൈവിട്ടുപോയി. ഒരിക്കൽ കൂടി അവളെ വിളിച്ച് ഇങ്ങോട്ടെന്തെങ്കിലും പറയും മുന്നേ ഒറ്റയടിക്ക് ദേഷ്യപ്പെട്ട് താൻ ഫോൺ കട്ട് ചെയ്തു. നേരം കുറെ കഴിഞ്ഞപ്പോൾ അവളുടെ സാഹചര്യം എന്താണെന്ന് പോലും കേൾക്കാതെയുള്ള തന്റെ പ്രവൃത്തിയിൽ ശരിക്കും വിഷമം തോന്നി അവളെ ഒന്ന് വിളിച്ച് സോറി പറയാമെന്ന് കരുതിയതും സ്നേഹയുടെ ഫോൺ തന്നെ തേടി എത്തിയിരുന്നു. ഹലോ സ്നേഹ, ഐ ആം സോറി യാർ. എടോ, അടുപ്പിച്ച് 2 ദിവസം നിന്നെ കിട്ടാതിരുന്നപ്പോൾ ഞാൻ വല്ലാതെ പേടിച്ചുപോയി. അതിന്റെ ഒരു ടെൻഷനിൽ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ നീ ഫുഡ് കഴിക്കാൻ MD-യുമായി പോയി എന്നൊക്കെ കേട്ടപ്പോൾ വാട്ട് ശാന്തനു? സൈഡിൽ എന്തോ ചില്ല് പൊട്ടുന്ന ശബ്ദം ഫോണിലൂടെ അവൻ വ്യക്തമായി കേട്ടു. സ്നേഹ, അത് പ്ലീസ് സാർ, ഐ വിൽ എക്സ്പ്ലെയിൻ. എന്ത് ശാന്തനു? സ്നേഹ, ലിസൺ ശാന്തനു, ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഡു യു നോ വാട്ട് ഈസ് ദ മൾട്ടിനാഷണൽ കമ്പനി? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം, സോറി, 1 മണിക്കൂർ പോലും കോടികൾ വിലയുള്ള സ്ഥാപനം. അങ്ങനെയുള്ള ഒരിടത്ത് ജോലി ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊരു പക്ഷേ മാസം തോറും വെറും 10,000-50,000 ശമ്പളം വാങ്ങുന്ന ശാന്തനുവിന് മനസ്സിലാകണമെന്നില്ല. സ്നേഹ, ഡോണ്ട് ഷൗട്ട് അറ്റ് മീ ശാന്തനു. ഞാൻ നീയുമായൊരു റിലേഷൻഷിപ്പിലാണ്. ജസ്റ്റ് റിലേഷൻഷിപ്പ്. അതിന്റെ ബലത്തിൽ എന്നോട് ഷൗട്ട് ചെയ്യാൻ ശാന്തനുവിന് ആരാണ് അധികം തന്നത്?
ഏ, നിനക്ക് അയാൾക്കൊപ്പം പുറത്തു പോകാൻ നേരമുണ്ട്. എന്റെ ഒരു ഫോൺ കോൾ എടുക്കാൻ സമയമില്ല അല്ലേ? ശാന്തനുവിന്റെ സ്വരത്തിൽ എത്ര മറച്ചു വെച്ചിട്ടും പുച്ഛം നിറഞ്ഞു നിന്നു. അതെ, സമയമില്ല. എന്റെ ജോലി ഇങ്ങനെയാണ്. ഒരുപോലെ രണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയതിനാവും ഞാൻ എപ്പോഴും കൺസിഡറേഷൻ ആദ്യം നൽകുക. ഞാൻ ഈ കമ്പനിയുടെ MDയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളതാണ്. സോ ഞാൻ അദ്ദേഹത്തോടൊപ്പം എവിടെ പോകണമെങ്കിലും പോവും, സമയം ചിലവഴിക്കും. അത് ചോദ്യം ചെയ്യാൻ ശാന്തനു ആരാണ്? ദേഷ്യം കൊണ്ട് സ്നേഹയുടെ സ്വരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ സ്നേഹ? പ്ലീസ് ശാന്തനു, പ്ലീസ് സ്റ്റോപ്പ് ദിസ് മെലോ ഡ്രാമ. ഞാൻ ശാന്തനുവിനെ പോലെ 1-2 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാളല്ല. ഒരു പക്ഷേ ശാന്തനുവിന്റെ ഒരു മാസത്തെ ശമ്പളം എന്റെ ഒരു നേരത്തെ ഷോപ്പിങ്ങിന് പോലും തികയില്ല. ലക്ഷങ്ങൾ മാസം അക്കൗണ്ടിലേക്ക് സാലറി ആയിട്ട് വാങ്ങുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുപോലെ ഞാൻ ജോലി ചെയ്യേണ്ടതായിട്ടും വരും. അതിനിടയിൽ ചിലപ്പോൾ 1-2 ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയോ ഒന്നും തന്നെ എനിക്ക് നിന്നെ വിളിക്കാനോ സംസാരിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. അത് മനസ്സിലാക്കി വേണം ശാന്തനു എപ്പോഴും എന്നോട് ബിഹേവ് ചെയ്യാൻ. അല്ലാതെ ഇന്ന് കാണിച്ച പോലെ ഒരു തവണ കൂടി ശാന്തനു എന്നോട് ബിഹേവ് ചെയ്താൽ 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 വാട്ട് സ്നേഹ? ഈ തവണ ശ്രീയുടെയും പരിധി വിട്ടുപോയിരുന്നു. ഞാൻ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യും ശാന്തനു. ദിസ് ഈസ് ബിക്കോസ് ദിസ് ഇസ് ബിക്കം ടോക്സിക് ശാന്തനു. സ്നേഹ, ഒച്ച ഉയർത്തണ്ട ശാന്തനു. ഡു യു നോ വാട്ട് ആർ യു സ്റ്റേയിങ് സ്നേഹ? 10%. ഓക്കെ സ്നേഹ. വാട്ട് ഓക്കെ? ലെറ്റ്സ് ബ്രേക്കപ്പ്. അത്രയും പറഞ്ഞ് താൻ ഫോൺ കട്ട് ചെയ്തു. കുറെ നേരം ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. നടന്നതും പറഞ്ഞതുമൊക്കെ വെറും സ്വപ്നം പോലെ തോന്നി. ഒരുപാട് നേരം വേണ്ടി വന്നു റിയാലിറ്റിയിലേക്ക് മടങ്ങിയെത്താൻ. എത്തിയപ്പോ അച്ഛനും അമ്മയും ശ്രീകുട്ടിയൊക്കെ നിഴലുകൾ മുന്നിലേക്ക് വന്ന് കളിയാക്കുന്ന പോലെ തോന്നി. ആകെ ഭ്രാന്ത് പിടിച്ചു. എങ്ങനെയൊക്കെയോ ആണ് മനസ്സിനെ പിടിച്ചു നിർത്തിയത്. മണിക്കൂറുകൾ കുറെ കഴിഞ്ഞപ്പോൾ അവള് തന്നെ വിളിച്ചു. കുറെ നേരം കൂടി ബെല്ലടിച്ചപ്പോൾ ഫോൺ എടുത്തു. സോറി എന്ന് മാത്രം കേട്ടതും ഫോൺ കട്ടാക്കി. പിന്നെ ഓഫ് ചെയ്തു വെച്ചു. ഇടയ്ക്ക് പിന്നെ വൈബ്രേഷൻ മോഡിലിട്ടു. എപ്പോഴെങ്കിലും ഫോൺ കയ്യിലെടുക്കുമ്പോൾ അവളുടെ പേര് സ്ക്രീനിൽ ഉണ്ടാകും. എവിടെ നിന്നൊക്കെയോ പിടിച്ചു നിർത്തി വെച്ചിരിക്കുന്ന ദേഷ്യം അറിയാതെ തന്നെ അപ്പോൾ പുറത്തു ചാടിപ്പോവും. ഇന്നും അതാണ് സംഭവിച്ചത്. സ്നേഹയോടുള്ള ദേഷ്യം ദേവയിൽ തീർത്തു. പാവം. ശ്രീ തലയൊന്ന് കുടഞ്ഞു. അപ്പോഴേക്കും വീടെത്തിയിരുന്നു. അച്ഛമ്മ വണ്ടിയിലിരുന്നത് കൊണ്ട് തന്നെ ആദ്യം അങ്കിളിന്റെ വീട്ടിലേക്കാണ് പോയത്. കാലുപൊക്കി നീക്കി വെക്കേണ്ടിടത്ത് മാത്രമാണ് അച്ഛമ്മ ഈ വണ്ടിയിൽ കയറിയത്. അല്ലെങ്കിൽ സന്തോഷങ്ങളിനൊപ്പം തന്നെ എപ്പോഴും കയറാറുള്ളൂ. വീടെത്തിയിട്ടും ആരും ഉണർന്നില്ല. ശ്രീ എല്ലാരും ഉണർത്തിയപ്പോഴേക്കും സന്തോഷം എത്തി. വണ്ടിയിൽ നിന്നും അച്ഛമ്മയെ പതിയെ പിടിച്ചിറക്കി. ഇത്രയും നേരം അങ്ങനെ ഇരുന്നേണ്ടായ ചെറിയൊരു ബുദ്ധിമുട്ട് കൊണ്ട് അച്ഛമ്മ ഒന്ന് നിന്നതും ശ്രീ ഇടതുകൈയിൽ പിടിച്ച് പയ്യനെ നടത്തി. അപ്പോഴേക്കും വലതുഭാഗത്ത് മിത്രയും ചേർത്തു പിടിച്ചിരുന്നു. ഇനി ഞാൻ നടന്നോളാം മോനെ. പടിവാതിലെത്തി അച്ഛമ്മ പറഞ്ഞതും നോട്ടം പോയത് ദേവിയുടെ മുഖത്തേക്കായിരുന്നു. ഇല്ല, ഒന്ന് നോക്കുന്നുകൂടിയില്ല. എന്നോട് കാര്യം പറഞ്ഞ് കയറിയത് കൊണ്ടാകും പടിയിലെ പൊക്കം അച്ഛമ്മ ശ്രദ്ധിച്ചില്ല. ഒന്ന് വെച്ചു. അച്ഛമ്മേ, മുന്നോട്ടാഞ്ഞ് അച്ഛമ്മയെ വട്ടം ചുറ്റി പിടിച്ചു ശ്രീ. പക്ഷേ അവനെ അത്ഭുതപ്പെടുത്തിയത് ദേവയായിരുന്നു. അച്ഛമ്മ വീഴാൻ പോയിട്ടും താങ്ങാതെ അവൾ അതേ നിൽപ്പിൽ. ശരിക്കും ദേഷ്യം വന്നു. പക്ഷെ ആ നേരം അച്ഛമ്മയായിരുന്നു ഇമ്പോർട്ടന്റ്. എന്തു പറ്റി അച്ഛമ്മേ? എന്തു പറ്റി അമ്മേ? അച്ഛമ്മേ? പല വിളികളായി എല്ലാരും പാഞ്ഞെത്തി. ഒന്നുമില്ല, കാലൊന്ന് പിടച്ചു. പേടിച്ചുപോയി. ശ്രീമോൻ പിടിച്ചതുകൊണ്ട് കുഴപ്പമൊന്നും പറ്റിയില്ല. അമ്മയ്ക്ക് ഒരു ശ്രദ്ധയുമില്ല. എന്തെങ്കിലും പറ്റിയാലോ? ഈ അമ്മ. 1000 പരാതികളുമായി സന്തോഷം മായയും അമ്മയെ കൂട്ടി അകത്തേക്ക് നടന്നു. അവരൊന്ന് കണ്ണിന് മുന്നിൽ നിന്നകന്നതും ശ്രീ ഒന്നൂടെ അവരവിടെ ഇല്ലെന്ന് ഉറപ്പിച്ചെന്ന് വരുത്തി മിത്തുവിന്റെ കയ്യിൽ പിടിച്ച് പുറത്തെ ചുവരിലേക്ക് ചാരി നിർത്തി. അവന്റെ ആ പ്രവൃത്തിയിൽ അവൾ നന്നായി പേടിച്ചു എന്ന് കണ്ണിലെ ഭയം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നീ എന്ത് പെണ്ണാ ദേവ? അച്ഛമ്മ വീഴാൻ പോയിന്ന് കണ്ടിട്ട് നിനക്ക് എങ്ങനെയാടി ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ നിൽക്കാൻ സാധിച്ചത്? ഞാനില്ലായിരുന്നെങ്കിലോ? അച്ഛമ്മ വീണിട്ടെന്ന് കരുതി നീ എങ്ങനെ നോക്കി നിന്നേനെ അല്ലേ? എന്തായാലും നല്ല ജന്മം കേട്ടോ. ഇതിനെയൊക്കെയാണല്ലോ ആ പാവം ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്നേന്നാ. ആ, എത്തിയല്ലോ. ഇത്രയും നേരം ഒന്നും മിണ്ടാതെ നിന്നപ്പോഴേ എനിക്കറിയായിരുന്നു നിന്റെ ഈ കള്ളക്കണ്ണുനീർ പുറകെ ഉണ്ടാകുമെന്ന്. അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ കണ്ടതും അവനിലെ പുച്ഛം പിന്നെയും വാക്കുകളായി. തൽക്കാലം നിന്റെ ഈ കണ്ണുനീരിൽ ഞാൻ വീഴില്ല.
വേറെ ആരെങ്കിലും വീഴുമെങ്കിൽ അവരെ പോയി കാണിക്ക്. ഇങ്ങനെയുണ്ടോ? ശേ! വാക്കുകൾ കൊണ്ട് നൽകാവുന്ന അവസാന പ്രഹരവും നൽകിയവൻ ഇറങ്ങിപ്പോയി. മിത്തു അവന്റെ വാക്കുകളുടെ ചൂടിൽ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് ആ ചുവരിൽ ചാരി അതുപോലെ നിലത്തേക്കിരുന്നു. അല്പം കഴിഞ്ഞ് ഡോറടയ്ക്കാൻ വന്ന സന്തോഷ് കാണുന്നത് നിലത്തിരുന്ന് കരയുന്ന മിത്തുവിനെയാണ്. മോളെ, മിത്തു, എന്തു പറ്റി മോളെ? സന്തോഷ് ഓടിക്കൊണ്ട് അവൾക്കരികിലേക്ക് എത്തി. അച്ഛാ, അച്ഛമ്മ, ഞാൻ അച്ഛമ്മയ്ക്കൊന്നുമില്ല കുഞ്ഞെ. അതിനാണോ നീ ഇങ്ങനെ? എന്തുവാ മോളെ ഇത്? ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. സന്തോഷ് അത്രയും പറഞ്ഞതും ഏങ്ങലടിയോടെ അവൾ അച്ഛന്റെ നെഞ്ചിലേക്ക് വീണ്ടിരുന്നു. എന്തിനാ മോളെ സങ്കടം? ആരും എന്റെ മോളെ ഒന്നും പറഞ്ഞില്ലല്ലോ. അച്ഛാ, ഞാൻ ഒന്നും പറയണ്ട. നിന്നെ അറിയാത്തവരല്ലല്ലോ ആരും. അതുകൊണ്ട് എന്റെ കുഞ്ഞ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും സങ്കടപ്പെടണ്ട കേട്ടോ. എന്റെ മോക്ക് അച്ഛനില്ലേടാ? എങ്കിൽ എന്റെ കുഞ്ഞ് പെട്ടെന്ന് ഈ കണ്ണൊക്കെ തുടച്ച് മിടുക്കിയായേ. നിന്റെ അച്ഛമ്മയോ മായമ്മയോ കണ്ടാലുള്ള അവസ്ഥ അറിയാലോ. ചോദ്യമായി പറച്ചിലായി എന്റെ ഇന്നത്തെ രാത്രി പോയി കിട്ടും കുഞ്ഞി. പ്ലീസ് മോളെ, അച്ഛൻ പാവല്ലേടി ചക്കരെ. സന്തോഷ് ചുണ്ടൊക്കെ കൂർപ്പിച്ച് ഭയങ്കര ഭാവാഭിനയം കാഴ്ചവെച്ചതും മിത്തു അറിയാതെ ചിരിച്ചുപോയി. അത് കണ്ടതും സന്തോഷിനും സമാധാനമായി. രാത്രി ഒരുപാടായി മോളെ. കയ്യിൽ പിടിച്ചവളെ എഴുന്നേൽപ്പിച്ചവർ അകത്തേക്ക് പോയി. ഇവൾ എന്താ എന്നാലും ഇങ്ങനെ? അച്ഛമ്മ വീണിരുന്നെങ്കിലോ? എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തനെ? എന്തു ചെയ്യാൻ? അതിനും കൂടി ഇരുന്ന് മൂങ്ങിയനെ. ഇവൾക്ക് മാത്രം എവിടുന്നാണോ ഇതിനു മാത്രം കണ്ണുനീരെന്ന? ഈ പെണ്ണിനെ പോകെ പോകെ ഭ്രാന്ത് പിടിപ്പിക്കും. ശ്രീ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പിറുപിറുത്തു. ആ നേരം അവന്റെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം മിത്തു മാത്രമായിരുന്നു. അപ്പോഴും ശ്രീയുടെ ഫോൺ കോൾ തുടരെ തുടരെ മിന്നുന്നുണ്ടായിരുന്നു. ഏട്ടാ, ഏട്ടാ, ശ്രീയേട്ടാ, ശ്രീയുടെ കതവ് തുറക്കാൻ. ദേ ശ്രീയുടെ കതക് എന്തിനാടി രാവിലെ തന്നെ തനിയെ തൊള്ള തുറക്കുന്നേ? കഥകിൽ ആഞ്ഞടിച്ച് ബഹളം വെച്ചുകൊണ്ടിരുന്ന ശ്രീകുട്ടിക്ക് മുന്നിൽ മുറി തുറന്നുകൊണ്ട് ശ്രീ ദേഷ്യപ്പെട്ടു. എന്തിനാന്നറിയണോ? ബാ എന്റെ കൂടെ. ശ്രീകുട്ടി ശ്രീയുടെ കയ്യും പിടിച്ച് അവനത് തട്ടിമാറ്റി പുറകിലേക്ക് നീങ്ങി. എടി, രാവിലെ ചുമ്മാ കളിക്കാൻ നിൽക്കല്ലേ. നീ പോയേ പെണ്ണെ. വാതിലിൽ നിന്നവളെ പുറം തള്ളിക്കൊണ്ട് ശ്രീ കഥകടയ്ക്കാൻ തുടങ്ങിയതും അവൾ അത് മുൻകൂട്ടി കണ്ട പോലെ റൂമിനുള്ളിലേക്ക് ചാടിക്കേറി. പോകുന്നില്ല. പോകണമെങ്കിൽ ഏട്ടൻ എനിക്കൊപ്പം വരണം. ശ്രീകുട്ടി, പ്ലീസ് ഡി. എനിക്ക് ഉറക്കം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. വെറുതെ ഞാൻ നിന്നെ ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞ് പിന്നെ നടക്കരുത്. ഇപ്പൊ നീ ഇറങ്ങി പോകാൻ നോക്ക്. ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഏട്ടനെ കൊണ്ടേ പോകും. സോ വന്നേ. പിന്നെ താഴെ വരെ ഒന്ന് എത്തേണ്ട താമസമുള്ളൂ. ഉറക്കമൊക്കെ ഹുദാഗവാ പറഞ്ഞോളൂ. വായോ. ശ്രീകുട്ടിയെ അടുത്തിനി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്നറിയാവുന്നവൻ പെട്ടെന്നൊന്ന് ഫ്രഷായി താഴെ ചെന്നു. താഴെ എത്തുമ്പോൾ അച്ഛനും അമ്മയും ഇരിക്കുന്നു. സന്തോഷ് അങ്കിൾ വീട്ടിലേക്ക് കയറി വരുന്നു. പിറകെ തന്നെ മായാന്റിയും. ദൈവമേ, ഇനി അച്ചമ്മയ്ക്കെങ്ങാനും? എന്ത്? അച്ചമ്മയ്ക്ക് വയ്യേ? അവൻ പാഞ്ഞു പിടിച്ച് അങ്കിളിന്റെ അടുത്തേക്ക് ചെന്നു. ഏയ്, അമ്മയ്ക്കൊന്നുമില്ല മോനെ. അല്ല അങ്കിൾ, രാവിലെ ഇവിടെ കണ്ടപ്പോ സോറി. സന്തോഷ് വെറുതെ ഒന്ന് തലയാട്ടിക്കൊണ്ട് കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ അവന്റെ തോളിലൊന്ന് തട്ടി. അപ്പോഴാണ് അവന്റെ ശ്രദ്ധ നീരലിലും സതിയിലും പോയത്. ഇതെന്തു പറ്റി രാവിലെ രണ്ടുപേർക്കും? ശ്രീ സതിക്കരികിലേക്ക് ചെന്നിരുന്നു. നിങ്ങൾക്കൊക്കെ എന്തു പറ്റി? ഒരുത്തി രാവിലെ വീടിന് തീ പിടിച്ച പോലെ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് താഴെ കൊണ്ടുവന്നു. ഇവിടെ വരുമ്പോൾ നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരവുമില്ല. എനിക്കിതേ ദേഷ്യം വരുന്നുണ്ട്. ശ്രീ അപ്പോഴേക്കും ഇറിറ്റേറ്റഡ് ആയി എഴുന്നേറ്റിരുന്നു. ശ്രീ, നിന്നെ കാത്ത് പുറത്തൊരാൾ ഇരിക്കുന്നുണ്ട്. പുറത്തോ? എന്നെ കാത്തോ? സിറ്റൗട്ടിൽ. അതെന്തിനാ പുറത്തിരുത്തിയെ? അകത്തേക്ക് വിളിച്ചുകൂടായിരുന്നോ? വിളിച്ചു മോനെ, പക്ഷെ വന്നില്ല. ശ്രീ നീലനെ നോക്കിയൊന്ന് മൂളി പുറത്തേക്ക് നടന്നു. പക്ഷെ വെളിയിലെത്തി ചുറ്റും നോക്കിയെങ്കിലും ആരെയും അവൻ അവിടെ കണ്ടില്ല. അച്ഛാ, ആരാ വന്നേ? ശ്രീയുടെ സ്വരം കേട്ട് അകത്തിരുന്നവർ പരസ്പരം ഒന്ന് നോക്കി പുറത്തേക്ക് വന്നു. ആരാ വന്നേ അമ്മേ? അതുമോനെ. സതി പറയാൻ വന്നതും മായ അവരുടെ കയ്യിൽ തട്ടിക്കൊണ്ട് സൈഡിലെ ഗേറ്റിലേക്ക് കണ്ണു കാണിച്ചു. സതിയെ നോക്കി നിന്ന ശ്രീയും ഗേറ്റിലേക്ക് നോക്കി. സ്നേഹ. ശ്രീ ഞെട്ടി. ഒപ്പം അവളെ കേട്ടെന്ന പോലെ ചിരിച്ചുകൊണ്ട് നടന്നു വരുന്ന ദേവയെ കൂടി
കണ്ടതും അവൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഈ കഥ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും അല്ലേ? പക്ഷെ പോകെ പോകെ ഇത് മനോഹരമായൊരു കഥയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും. ശരിക്കും ഒരു ഫീൽ ഗുഡ് സ്റ്റോറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും വായിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.